ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മൂർത്തീസ് കമ്പനിയുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജാനകിയും അതേപോലെ തന്നെ ദേവയാനിയും ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നുണ്ട്. അപ്പോൾ ഈ ജാനകി ആണെങ്കിൽ എല്ലാം കാരണം എൻ്റെ മോൻ കാരണമാണ് ഇപ്പോൾ മൂർത്തീസ് കമ്പനി വിജയിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ജാനകി ഇങ്ങനെയൊന്നും പറയാനായിട്ട് നിൽക്കരുത്. എനിക്ക് എല്ലാ സമയത്തും കൂട്ടായി നിൽക്കുന്നത് ആദർശും അതേപോലെ തന്നെ നയനമോളും കൂടി ചേർന്നിട്ടാ. അല്ലാതെ ഇത് അനിയുടെ വിജയം മാത്രമല്ല. എന്നാലും മൂർത്തീസ് കമ്പനിയുടെ MD ആരാണ്? എൻ്റെ മകനല്ലേ, അനിയല്ലേ? അതെന്താ നിങ്ങൾ അംഗീകരിച്ച് തരാത്തത്? അനി തന്നെ പറയുന്നുണ്ട് അവൻ്റെ വിജയത്തിന് പിന്നിൽ നയനമോളാണെന്ന്. അപ്പോൾ പിന്നെ നീ എന്തിനാണ് ജാനകി ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ദേവയാനി ആണെങ്കിൽ ഇപ്പം ആരും ഇതിനെക്കുറിച്ച് ഓർത്ത് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഈ ട്രോഫി നമുക്ക് തന്നെ കിട്ടണമെന്ന് നമുക്ക് മതിയായി പ്രാർത്ഥിക്കാം എന്ന് മാത്രം ഇവിടെ ദേവയാനി പറയാ. ഇത് കേട്ട ജാനകിയാണെങ്കില അല്ലെങ്കിലും ഇവിടെ പ്രാർത്ഥിച്ച് എപ്പോഴും ഒരാൾ ഇരിക്കുന്നുണ്ട്. അത് ആരാന്നറിയാമോ? അവന്തിക മോളും. ദേവയാനി ആണെങ്കിലും അത് ശരിയായിരിക്കും. അവന്തിക മോൾക്കേ നമ്മൾ തന്നെ വിജയിക്കണമെന്ന് തന്നെയാണ് അവളുടെ ആഗ്രഹം. കൂടാതെ അനി പ്രത്യേകിച്ചും അനിയുടെയും അവന്തികയുടെയും എൻഗേജ്മെൻറ്റ് നടത്താൻ പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ഇപ്പോൾ അനി വിജയിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടി പൂജാ റൂമിൽ കയറിയെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയാ. ജാനകിയാണെങ്കിൽ സന്തോഷത്തിൽ മറന്നു നിൽക്കുന്ന ഒരവസ്ഥയും. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ പ്രാർത്ഥനയോട് പ്രാർത്ഥന. മുത്തശ്ശനാണെങ്കിൽ പ്രാർത്ഥിച്ച് തീരുന്നുമില്ല. അപ്പം മുത്തശ്ശിക്കാകെ ടെൻഷനും തോന്നും. അപ്പം മുത്തശ്ശനോട് പറയണം, അതെ ഇദ്ദേഹം ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, ഉറപ്പായിട്ട് നമുക്ക് തന്നെയായിരിക്കും വിജയം. നയനമോളല്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നേ. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് കൂടും, നിങ്ങളൊന്നും ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും എനിക്ക് ടെൻഷനൊന്നുമില്ല. എനിക്കറിയാം നയനമോൾ തന്നെ വിജയിക്കുമെന്ന്. ഈ പ്രാവശ്യത്തെ വിജയം മൂർത്തീസ് കമ്പനിയോടൊപ്പം തന്നെയായിരിക്കും, അതിലെനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ ദൈവത്തെയും കൈവിടാനായിട്ട് പാടില്ലല്ലോ. ദൈവത്തിനെ നമ്മൾ മുറുകി പിടിക്കണമല്ലോ. നമ്മുടെ എല്ലാ വിജയത്തിനും പിന്നിലും ഈ ഒരു ശക്തിയും കൂടി ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ഇനിയിപ്പോൾ അവിടെ എന്തായിരിക്കും, അവർക്കൊക്കെ ടെൻഷനായിരിക്കും. അവർ മറ്റവരും പോയിട്ടുണ്ടല്ലോ, അഭിയും നവ്യയും എല്ലാവരും കൂടി ചേർന്നിട്ടാണല്ലോ പോയിരിക്കുന്നത്. അതിൻ്റെ അഹങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ ഉണ്ടാകും. പക്ഷേ അവരെത്ര അഹങ്കരിച്ചാലും വസുന്ധര നമ്മൾ തന്നെ വിജയിക്കുള്ളൂ എന്നൊക്കെ മുത്തശ്ശിയോട് പറയുകയാണ്. അങ്ങനെ വിജയം നമ്മളുടെ കൂടെ തന്നെ ആയാൽ മതിയായിരുന്നു. എല്ലാത്തിൻ്റെ അഹങ്കാരങ്ങൾ തീരണം. പിന്നെ എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ, നവ്യ ഇതുവരെയായിട്ടും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവരെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ലല്ലോ. എങ്ങനെ ഉപേക്ഷിക്കും? അവൾ അമ്മ പറയുന്നതും കേൾക്കൂല, ആര് പറയുന്നതും കേൾക്കൂല. അവളുടെ കൺമുന്നിൽ എന്താണോ അത് മാത്രമല്ലേ അവൾ വിശ്വസിക്കുള്ളൂ. അഭി അവളുടെ മുന്നിൽ നല്ല പുള്ള ചമഞ്ഞിരിക്കുകയാണല്ലോ. അവൾ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടട്ടേന്നേ. അവൾ ഒരിക്കലും സത്യങ്ങളെല്ലാം അറിയും. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞതും അമ്മ പറഞ്ഞതും അനിയത്തി പറഞ്ഞതും ഒക്കെ സത്യമാണെന്ന് വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ ഇതെല്ലാം കേട്ട് സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുക. എന്നാലും പ്രാർത്ഥന നിർത്താതെ ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പം നന്ദു ആണെങ്കിൽ അനിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. അനിയെ തോളേക്ക് പിടിച്ചതും അനിയുടെ കൈകളിലേക്ക് വീണതും നന്ദു അനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും അങ്ങനെ ആദ്യത്തെ ആ പ്രണയം അങ്ങനെ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വരുന്നു പോലീസുകാർ വരിക. പോലീസുകാർ വന്നിട്ട് നന്ദുവിനോട് പറയണം, അതെ മേഡം ഒരു പ്രശ്നമുണ്ട് മേഡം, ആ കോളനിയിൽ വലിയ പ്രശ്നമുണ്ടായി. കോളനിയിൽ പ്രശ്നം ഉണ്ടായെങ്കിൽ അങ്ങോട്ട് പോകണോടോ, അല്ലാതെ എൻ്റെ മുന്നിലേക്കാണോ വരേണ്ടത്? അത് പിന്നെ മേഡവും കൂടി എല്ലാത്തിനും ഞാൻ വരണം അല്ലേ? ഞാൻ വന്നാലല്ലേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അതല്ല മേഡം, ക്രിമിനൽസ് ഉണ്ട് മേഡം. അവിടെ ക്രിമിനൽസ് ഉണ്ടെങ്കിൽ വനിതാ പോലീസ് വന്നോ, എന്നിട്ട് അവരെല്ലാം അടിച്ച് താഴെ ഇടണം. തനിക്കൊക്കെ ഇങ്ങനെ പറയാൻ നാണമുണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളെല്ലാം കൈയും കെട്ടി മാറി നോക്കി നിൽക്കും. ഞാൻ വേണം അവിടെ പ്രതികരിക്കാനായിട്ട്. എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞാൽ പോലും നിങ്ങൾ വരുമോ? വരില്ല. നിങ്ങൾക്ക് അപ്പോഴൊക്കെ പേടി, കാരണം നിങ്ങളുടെ ജീവന് എന്തെങ്കിലും ആപത്ത് പറ്റുമെന്നാണ് നിങ്ങൾക്ക് പേടി. നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലടോ. ഇവിടെ എൻ്റെ കൺമുന്നിൽ നിന്ന് പോകരുത്, അങ്ങോട്ട് പോകാൻ നോക്ക്. ഏതായാലും ഞാൻ വരുന്നില്ല, നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി എന്നൊക്കെ ഇവരോട് ഇങ്ങനെ പറയണം. ശരി മേഡം, എങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ പോകാം. അതായിരിക്കും നല്ലത്. അങ്ങനെ ഇവരെ വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ്. അപ്പോഴേക്കും വരുന്നു നവീൻ. അപ്പം നവീൻ ഈ ഒരു ദേഷ്യം കണ്ടുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത്. അപ്പം നന്ദുവിനോട് നവീൻ ചോദിക്കുകയാണ്, എന്തു പറ്റി നന്ദു മേഡത്തിന് വല്ലാത്തൊരു ദേഷ്യമാണല്ലോ, എന്തു പറ്റി? അത് പിന്നെ എന്ത് പറയാനാണ് നവീനേട്ടാ?
ദേ ഇവരൊക്കെ കണ്ടില്ലേ, ഞാനുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് പോകുള്ളൂ, ക്രിമിനൽസിനെ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കോളനിയിൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നു എന്ന്, ഞാൻ വരാതെ അവർ പോകില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് നല്ല ചീത്ത കൊടുക്കണ്ടേ? എനിക്കാണെങ്കിൽ ശരിക്കും കലി വന്നു എന്നൊക്കെയാണ് പറയാണ്. ഓ, നന്ദു മേഡത്തിന് ഇപ്പോൾ കലി കൊണ്ട് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണല്ലോ, ടെൻഷനാണല്ലേ? ആ ടെൻഷനേ ഉണ്ട്. അതല്ല, ഈ കാര്യത്തിൽ മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ മത്സരം നടക്കുമല്ലോ അവിടെ, അതിനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും മൂർത്തീസ് കമ്പനി വിജയിക്കോ തൻ്റെ ചേച്ചി വിജയിക്കോ എന്നൊക്കെ ആലോചിച്ചിട്ടില്ലേ നന്ദുവിന് ടെൻഷൻ? ശരിയാ, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് എനിക്ക് ടെൻഷൻ. എന്തായാലും മൂർത്തീസ് കമ്പനി വിജയിക്കണം തന്നെയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നയനേച്ചി ഒരിക്കലും തോറ്റ് പിന്മാറി വരാനായിട്ട് പാടില്ല, ഇതാണ് എല്ലാവരുടെ മനസ്സിലെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതും ശരി തന്നെയാണോ, പക്ഷെ പേടിക്കണ്ട, നന്ദു ഈ നയനേച്ചി തന്നെ വിജയിക്കുമെന്നേ, മൂർത്തീസ് കമ്പനി തന്നെ ഈ വിജയം കൊണ്ടുപോകും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനാണ്. വീട്ടിലാണെങ്കിൽ ഒരു സമാധാനമില്ല. സമാധാനമില്ലെന്നോ? എന്ത് പറ്റി നവീനേട്ടാ? അത് പിന്നെ അനിയുടെ എൻഗേജ്മെൻറ്റ് നടത്താൻ പോവുകയാണല്ലോ ഈ ഞായറാഴ്ച. അപ്പോൾ അനിയാണെങ്കിൽ അനിയുടെ 2ാമത്തെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, എൻ്റെ മാത്രം കല്യാണം കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ട്, അതുകൊണ്ട് അമ്മ കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നവീൻ ഇങ്ങനെ പറയാണ്. അങ്ങനെയാണെങ്കിൽ നവീനായിട്ട് ആ കല്യാണത്തിന് സമ്മതിച്ചൂടെ? അല്ല, എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടല്ലോ, അല്ല ആ പെണ്ണിൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞില്ലേ? അമ്മയോട് പറഞ്ഞു, അതൊരു പോലീസുകാരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര ഒരു അരിശ്യം. അല്ല, ഏതാ പെണ്ണെന്ന് പറഞ്ഞില്ല, പോലീസിലാ ജോലിയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ സ്വഭാവം ഏകദേശം നന്ദുവിന് ശരിക്കും അറിയാലോ. അമ്മ ഈ തൻ്റെ അടികളായ ആ പെണ്ണുങ്ങളെയൊന്നും ആലോചിക്കില്ല. അപ്പോൾ ആ ഒരു ദേഷ്യം അമ്മ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ ആ പെണ്ണല്ലാതെ വേറൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കില്ലെന്നും അമ്മയോട് പറയുകയും ചെയ്തു. അല്ല, അതൊക്കെ ഇരിക്കട്ടെ, നന്ദുവിൻ്റെ കാര്യം എന്തായി? നന്ദുവിൻ്റെ കല്യാണമൊന്നും ആലോചിക്കുന്നില്ല ചോദിച്ചപ്പോഴേക്ക് നവീനേട്ടാ, എനിക്ക് അങ്ങനെ കല്യാണത്തിനോടൊന്നും ഞാൻ സെറ്റല്ല. കാരണം എൻ്റെ ഒരു രീതിക്ക് കല്യാണമൊന്നും ചേരില്ല. അതെന്താ നന്ദു അങ്ങനെ പറയുന്നത്? അല്ല, ഞാനൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ നേരത്ത് പുള്ളിക്കാരൻ എൻ്റെ സ്വഭാവമൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. എനിക്ക് കുറച്ച് തൻ്റെ ഇടം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിക്ക ആണുങ്ങൾക്കും എൻ്റെ സ്വഭാവം അത്ര വലിയ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കല്യാണം നമുക്ക് സെറ്റാവില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലിപ്പോൾ. അപ്പം നന്ദു ആരെയും പ്രണയിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, ഞാൻ ഇതുവരെയായിട്ട് ആരെയും പ്രണയിച്ചിട്ടില്ല എന്ന് നന്ദു ഇവിടെ കള്ളം പറയുക. അപ്പം നവീനതെല്ലാം വിഷയം. അപ്പം നവീനതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കണം. ഏതായാലും ഈ അനിയുടെ നിശ്ചയത്തിൽ നന്ദു പോണില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് പോകാൻ പറ്റില്ല. അല്ല, ഞായറാഴ്ചയല്ലേ, പിന്നെന്താ പ്രശ്നം? അല്ല, ഞായറാഴ്ച എനിക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ എനിക്ക് പോകണം, അതുകൊണ്ട് നിശ്ചയത്തിന് എനിക്ക് പോകാനായിട്ട് പറ്റില്ല എന്നും പറയണം. ശരി നന്ദു, പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ നവീനേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ ഇറങ്ങി പോകുമ്പോഴും നന്ദുവിന് ഭയങ്കര ടെൻഷനാണ്. അനിയുടെ കല്യാണവും നിശ്ചയവും ഒക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നമ്മുടെ നന്ദുവിന് ഭയങ്കര ടെൻഷൻ. അങ്ങനെ പിന്നീട് നവീൻ ഈ അനാമികയും അതേപോലെ തന്നെ അനാമികയുടെ അച്ഛനെയും കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അതെങ്ങനെ ശരിയാവും വക്കീലേ? ഈ ഡിവോഴ്സ് ആകാതെ നിശ്ചയമൊക്കെ നടത്താനായിട്ട് പറ്റുമോ? അത് പിന്നെ ആരും അറിയാതെ ഒരു ചടങ്ങായിട്ട് നടത്താനൊക്കെ പറ്റുമെന്നേ. പുറത്താരോട് അവർ പറയുന്നില്ലല്ലോ. വീട്ടിൽ വെച്ച് കുടുംബക്കാരെ ഒന്ന് വിളിച്ച് ചെറിയൊരു ചടങ്ങ് നടത്തുന്നു. അത് പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം അവൻ്റെ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിവോഴ്സ് കിട്ടാനായിട്ട് ഒരുപാട് നീണ്ടു പോകില്ല. കാരണം നിശ്ചയം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നായിരിക്കുമല്ലോ അവരുടെ ആഗ്രഹം. അപ്പോൾ ഈ കല്യാണം നടത്താൻ വേണ്ടി നിങ്ങളുടെ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ ചോദിക്കുന്ന പൈസയും നിങ്ങൾക്ക് തരികയും ചെയ്യും. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊരു കാര്യം പറഞ്ഞ് ശരിയാണ് മോളെ. അപ്പം നമ്മുടെ ഈ അനാമികയാണെങ്കിൽ ഞങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീലിനാണല്ലോ ഗുണം. എനിക്ക് ഗുണം? എനിക്കെന്ത് ഗുണം? എനിക്കെന്തിനാ ഗുണം കിട്ടുന്നത്? ഗുണമുണ്ടല്ലോ. കാരണം എന്നാലല്ലേ നന്ദുവിനെ വക്കീൽ സാറിന് കിട്ടുള്ളൂ. നന്ദുവിനെ എനിക്കോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നുകൊണ്ട് മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്നു വക്കീലെ, ഞങ്ങളുടെ മുന്നിൽ കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നന്ദുവിനെ വക്കീലിന് ഇഷ്ടമാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ഈ അനിയുടെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ നന്ദുവിനെ ഒരിക്കലും വക്കീൽ സാറിന് കിട്ടാനായിട്ട് പോകുന്നില്ല. എനിക്ക് അങ്ങനെ ആരോടും ഒരു ഇഷ്ടമൊന്നുമില്ല. എൻ്റെ പൊന്ന് സാറേ, ഞങ്ങളുടെ മുന്നിൽ വേണോ ഈ ഷോ?
നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ പണി ആദ്യം ചെയ്യാനായിട്ട് നോക്ക്, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. കിട്ടുന്നത് മേടിച്ച് നിങ്ങൾ പോകാൻ നോക്ക്, അത്രേ ഇനി വരാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ വക്കീൽ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വക്കീൽ പോയി കഴിഞ്ഞപ്പോഴേക്ക് വക്കീൽ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ നിശ്ചയം അങ്ങോട്ട് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ മേടിച്ചെടുക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും അതെ വലിയ തുക തന്നെ വേണം മേടിച്ചെടുക്കാനായിട്ട്. എൻ്റെ പൊന്നോ, ഇങ്ങനെ ഒരു ആർത്തി നിർത്ത്. അതെ കിട്ടുന്നത് മേടിച്ചിന് പോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഉള്ളതുപോലും കിട്ടില്ല. ചിലപ്പോൾ ആ നിശ്ചയം വരെ വേണ്ടെന്ന് വെക്കും അവർ. അങ്ങനത്തെ സ്വഭാവക്കാരാണ് അവർ. അതുകൊണ്ട് കിട്ടുന്നത് മേടിച്ച് പോകാൻ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അനാമികയുടെ അച്ഛൻ പറഞ്ഞിട്ട് പോവുക. അപ്പം അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും കലിയും വരിക. പിന്നീട് കാണിക്കുന്നത് ഈ കോമ്പറ്റീഷനിൽ റിസൾട്ട് അറിയാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ്. നയനയുണ്ട്, നമ്മുടെ അനിയുണ്ട്, അഭിയുണ്ട്, അപ്പുറത്ത് നവ്യായിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ അഭിയാണെങ്കിൽ അനിയുടെ ചെവിയിൽ ഇങ്ങനെ ഗുണഗുണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ വിജയം ഞങ്ങൾക്കൊപ്പം തന്നെ ആയിരിക്കും, നീയൊക്കെ തോറ്റ് തുന്നം പാടാൻ പോവാടാ. ഓ നിൻ്റെ ഏട്ടത്തിയേയും കൊണ്ടല്ലേ നീ വന്നിരിക്കുന്നത്, പക്ഷേ ഇതിനൊരു പ്രയോജനം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. കണ്ടോ, റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ തന്നെയായിരിക്കും വിജയിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒന്ന് പോടാ, നീ നിൻ്റെ ആത്മവിശ്വാസം നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി. നീയൊക്കെ തോറ്റ് തുന്നം പാടാനായിട്ട് പോകുന്നേ ഉള്ളൂ, എൻ്റെ ഏട്ടത്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ തന്നെ അനിയും പറയാം. അപ്പോൾ നയനെ ചോദിക്കാൻ അവൻ എന്തായി കിടന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. അവർ വിജയിക്കും എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു ആത്മവിശ്വാസം. എന്തെങ്കിലും കിടന്ന് പറയട്ടെ അനി, അവൻ അതല്ലേ തൊഴിലുള്ളൂ. പക്ഷേ നമ്മളിവിടെ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ടെൻഷനൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ റിസൾട്ട് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിൻ്റെ ടെൻഷനൊന്നും വേണ്ട എന്നും നമ്മുടെ നയന അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജഡ്ജിമാരൊക്കെ നോക്കുകയാണ് ആരാണ് നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒരു കൺഫേമിലെത്തുക. അപ്പോൾ ശരി, ഇനിയിപ്പോൾ ഞങ്ങൾ വിജയിയെ അനൗൺസ്മെൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ ഈ TV കൂടി ഈ ലൈവ് പ്രോഗ്രാമൊക്കെ നമ്മുടെ അനന്തമൂർത്തീസിലെ ആൾക്കാരൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്, കുടുംബമൊക്കെ മൊത്തം ഇരുന്ന് കാണുകയാണ്. അപ്പോൾ ഇവരൊക്കെ ആകാംക്ഷയോട് കൂടി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആരായിരിക്കും വിജയ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അനൗൺസ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അതെ ഇവിടെ ഒരു വിജയം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ആ വിജയം ഞങ്ങൾ ഇപ്പോൾ തന്നെ പറയും, ഇതിൽ പറയാൻ പോകുന്നത് ജഡ്ജി തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് അതെ ഇതിൽ വിജയ് ഞങ്ങൾ പറയാനായിട്ട് പോവുകയാണ്, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നവ്യ പറയണം, എൻ്റെ ദൈവമേ എൻ്റെ നയനക്ക് തന്നെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പാവം നവ്യ. അപ്പോൾ വേറെ ആരുമല്ല, മൂർത്തീസ് കമ്പനി എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും സന്തോഷം കൊണ്ട് മതിമറക്കുക. നയനയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതിമറക്കുക. പക്ഷേ അഭി മാത്രം അരിശം കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൈക്കിട്ട് തന്നെ അടിക്കുക തന്നെ ചെയ്യണം. അഭിക്ക് തോറ്റ് തുന്നാൻ പാടൊരു അവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ മിസ്സിസ് നയന ഇങ്ങോട്ട് കയറി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ക്ഷണിച്ച് വലിയൊരു ട്രോഫിയൊക്കെ കയ്യിലേക്ക് കൊടുക്കുക. താങ്ക് യു സാർ. അപ്പോൾ ഇതെല്ലാം TV കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ മുത്തശ്ശന് ഭയങ്കര സന്തോഷം തോന്നുക. നയന നമ്മൾ തന്നെയാണല്ലോ ട്രോഫി മേടിച്ചിരിക്കുന്നത്, ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് നവ്യയ്ക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ അനിയോടും കയറി വരാൻ പറയുകയാണ്. അങ്ങനെ അനിയും ഈ നയനയും കൂടി ഈ ട്രോഫി ഉയരങ്ങളിലേക്ക് പൊക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. മാളവികയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇതെല്ലാം കണ്ടു നിന്ന് നമ്മുടെ ദേവയാനി എണീറ്റ് നിന്ന് തുള്ളിച്ചടുകയാണ്. അച്ഛനിപ്പോൾ ദേഷ്യമെല്ലാം മാറിയില്ലേ, കണ്ടില്ലേ നയനമോൾ ആ ട്രോഫി മേടിച്ചിരിക്കുന്നത്, അപ്പോൾ നയനോടുള്ള ദേഷ്യം മാറിയില്ലെന്ന് ചോദിച്ചപ്പോഴേക്ക് നയനോട് എനിക്ക് ദേഷ്യമുണ്ടെന്ന് ആര് പറഞ്ഞു? എനിക്ക് നയനയോടല്ലല്ലോ ദേഷ്യം, ആദർശ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ആദർശിൻ്റെ പിന്നാലെ നയനയും ഇറങ്ങി. ആ ഒരു ദേഷ്യം മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ എനിക്ക് ദേഷ്യം മുഴുവനും ആദർശിനോടാണ്. അവനോട് കഴിവ് തെളിയിക്കാൻ പറ, അല്ലാതെ ഇത് കഴിവ് തെളിയിച്ചത് നയനയാണ്. പിന്നെ കൂടെ അനിയുണ്ട്, അനിയെ മൂർത്തീസ് കമ്പനിയുടെ MD ആണ്, ആ കാര്യം കൂടി ഒന്ന് ഓർക്കണം. അതുകൊണ്ട് അവനോട് കഴിവ് തെളിയിക്കാൻ പറ, അതിനുശേഷമാകാം ബാക്കിയുള്ളത്. ഞാൻ വെറുപ്പ് കാണിക്കണ്ടെന്ന് അപ്പം തീരുമാനിക്കാം എന്നിങ്ങനെ പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.